നിക്കോളാസ് മദുരോയെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മുന്നോട്ട് വെച്ച പ്രശ്നം എന്താണ്? ഇദ്ദേഹം മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെ നേതാവാണ്, നാർക്കോ ടെററിസ്റ്റാണ് എന്ന് പ്രഖ്യാപിച്ചു. നാർക്കോ ടെററിസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? അമേരിക്കയിൽ നിന്ന് ഈ ഫെൻറ്റനിൽ ഉപയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും മരിക്കുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. എന്നാൽ ഈ ഫെൻറ്റനിൽ എന്ന് പറയുന്ന ഈ മയക്കുമരുന്ന് അമേരിക്കയിൽ എത്തുന്നത് എങ്ങനെയാണ്? പസഫിക് ശാന്തസമുദ്രത്തിലൂടെ കൊളംബിയയിലും പിന്നെ മെക്സിക്കോയിലും നിന്നുമാണ് വാസ്തവത്തിൽ ഈ ഫെൻറ്റനിൽ എന്ന മയക്കുമരുന്ന് അമേരിക്കയിൽ എത്തുന്നത്. ഈ മയക്കുമരുന്ന് കള്ളക്കടത്ത് എന്ന് പറയുന്നത് ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയത്തിൽ വളരെ സജീവമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിനൊക്കെ അറിയാം. അവിടെ നമുക്കറിയാം, ഈ ആകെയുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത്, അതായത് കൊക്കൈൻ കള്ളക്കടത്തിൻ്റെ വെറും 5% മാത്രമാണ് ഈ വെനസ്വേലയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നത്. എന്നാൽ 70% ഈ ഫെൻറ്റനിൽ എന്ന് പറയുന്ന, അതായത് അമേരിക്കൻ പൗരന്മാരെ വർഷങ്ങളായി കൊന്നുകൊണ്ടിരിക്കുന്ന ഫെൻറ്റനിൽ എന്ന് പറയുന്ന അപകടകരമായ മയക്കുമരുന്ന് അമേരിക്കയിൽ എത്തുന്നത് ഈ കൊളംബിയ വഴിയും മെക്സിക്കോ വഴിയുമാണ്. എന്നാൽ അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമില്ല. ഈ പ്രശ്നം ഇങ്ങനെ സജീവമായി നിൽക്കുമ്പോൾ അമേരിക്കയിൽ തന്നെയുള്ള നിരവധി പണ്ഡിതന്മാർ പറഞ്ഞു, ഈ 4500 കിലോമീറ്റർ അകലെ കിടക്കുന്ന വെനസ്വേലയെ ആക്രമിക്കുകയല്ല ട്രംപ് വേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഈ ഫെൻറ്റനിൽ എന്ന മയക്കുമരുന്നിനെതിരായിട്ടുള്ള ആക്രമണം ആത്മാർത്ഥമാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് അമേരിക്ക മെക്സിക്കോ അതിർത്തിയിലെ 1 കിലോമീറ്റർ മാത്രം അപ്പുറത്ത് ഈ മെക്സിക്കോയിൽ ഈ ഫെൻറ്റനിൽ ഉണ്ടാക്കുന്ന ലാബുകൾ ഇങ്ങനെ നിരനിരയായി പ്രവർത്തിക്കുന്നുണ്ട്. ആ നിരനിരയായി പ്രവർത്തിക്കുന്ന ലാബുകളെ ആക്രമിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ പ്രശ്നം അതാണോ? പ്രശ്നം അതല്ല. ഈ പ്രശ്നം എന്ന് പറയുന്നത് മദുരോയെ മാറ്റുക എന്ന് പറയുന്ന അജണ്ടയാണ് അദ്ദേഹത്തിനുള്ളത്, അല്ലാതെ ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ളതല്ല. അങ്ങനെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ആക്രമണം അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നതാണ്, ഹോണ്ടുറാസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റ് മയക്കുമരുന്ന് കള്ളക്കടത്തിൽ വളരെ പ്രമുഖനായ വ്യക്തിയായിരുന്നു. ആ മയക്കുമരുന്ന് കള്ളക്കടത്തിൽ തൊണ്ടിയോടെ പിടിച്ച അമേരിക്കൻ ഭരണകൂടം അദ്ദേഹത്തെ 40 വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ചു. ആ 40 വർഷത്തെ തെളിവ് സഹിതം അമേരിക്കൻ കോടതി ശിക്ഷിച്ച ഈ യുവാൻ ഹെർണാൻഡോസ് എന്ന് പറയുന്ന ആളിന് മാപ്പ് കൊടുക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അതായത് മയക്കുമരുന്ന് കടത്ത് കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട അമേരിക്കൻ കോടതി ശിക്ഷിച്ച ഹെർണാൻഡസിന് ഈ മാപ്പ് കൊടുക്കുന്ന. അപ്പോൾ എന്താ എൻ്റെ അർത്ഥം? ഇദ്ദേഹത്തിന് മയക്കുമരുന്നിനെതിരായിട്ടുള്ള വല്ല നിലപാടുണ്ടോ? മയക്കുമരുന്നിനായിട്ട് നിലപാടില്ല, മറിച്ച് രാഷ്ട്രീയ നിലപാടുകളാണ്. രാഷ്ട്രീയ നിലപാടുകളെന്ന് പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന പ്രദേശം, ദക്ഷിണ അമേരിക്കയിലെ മുഴുവൻ രാജ്യങ്ങളും തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്ന് പറയുന്ന അമേരിക്കയുടെയും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെയും ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്.